എന്റെ ടെൻഷൻ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് പ്രസ്സോ പബ്ലിക്കോ ഒന്നും അറിയേണ്ട കാര്യമേ അല്ല. ആ കമ്മീഷണറത്തോട് പറ, അവനോട് പറയണോ? അണ്ണാ സാറേ, ചൈത്ര മേഡം വന്നു സാറേ. മാറി നിൽക്കണം. ഇന്നത്തെ ദിവസത്തോടെ നീയും ഫിനിഷ്, നിന്റെ ജോബും ഫിനിഷ്. മനസ്സിലാടാ? കൊന്നേക്ക് സാർ, കൊന്നേക്ക്. നിങ്ങളുടെ മോളെ രക്ഷിച്ച് പുഷ്പം പോലെ കൊണ്ടുവന്നിട്ട് ഇവിടെ തന്നെ ഷൂട്ട് ചെയ്യും. കള്ളം പറയാ, വിശ്വസിക്കരുത്. താനൊന്നും മിണ്ടായിരുന്നേ. സാർ, ഇവരെന്താ പറയാനുള്ള ഞാൻ പറയട്ടെ. ആദ്യം ലെറ്റർ എടുത്തിട്ട് TV ഷോ ആണെന്ന് പറഞ്ഞു, ഒരു പൂ എടുത്തിട്ട് റിയൽ ഷോ ആണെന്ന് പറഞ്ഞു, ഇപ്പൊ ഒരു സീൻ ഉണ്ടാക്കിയിട്ട് നൈറ്റ് ഷോ ആണെന്ന് പറയും. ഇതൊക്കെ ഇവന്റെ ഓരോ തരികിട നമ്പറുകളാണെന്ന്. ഇതൊക്കെയല്ലേ? അതങ്ങ് വായ തുറന്നങ്ങോട്ട് പറ. സാറേ, ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്, ഇതെല്ലാം ആക്ടിങ്ങാ. നിനക്ക് പറയാനുള്ള ഞാൻ പറയാം. മറിച്ചും തിരിച്ചും മറിച്ചും അടിച്ചിട്ട് കൈ തരും. അങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് മനുഷ്യനെ വട്ടാക്കും. ഇതെല്ലാം ഇവന്റെ വേറെ ആക്ടിങ്ങിലാണെന്ന് അർത്ഥം അല്ലടോ? പറഞ്ഞു പറ. നിർത്ത. ശരിക്കും ആരാടാ നീ? സബാഷ്. ഈ ചോദിച്ചത് ഇതുവരെ ഇവരാരെങ്കിലും അന്വേഷിച്ചോ സാർ? ഞാൻ ആരാണ്, ഞാൻ എവിടുന്ന് വന്നു, എന്തിനു വന്നു? സാറേ, ഇവൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കരുത്. ചൈത്രമോളെ കിഡ്നാപ്പ് ചെയ്തത് ഇവനാണ്. ഹലോ, അല്ലെന്ന് ഞാൻ പറഞ്ഞോ? അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ചൈത്രയെ കിഡ്നാപ്പ് ചെയ്ത് ഞാനാ. എന്തിന്? നിങ്ങളുടെ ചുറ്റുമുള്ളവർ വെറും വേസ്റ്റ് ആണെന്ന് തെളിയിക്കാൻ. സാർ, ലക്ഷങ്ങൾ മുടക്കി ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തമാരെ പോറ്റുന്നതിനേക്കാൾ എന്നെ പോലെ ജോലി ഇല്ലാത്തവരെ കുറിച്ച് ഒരു നിമിഷം ഒന്ന് ആലോചിക്കും. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ അറ്റ്ലീസ്റ്റ് ഒരു അപ്ലിക്കേഷൻ എങ്കിലും കുറയുമല്ലോ. ചൈത്രയെ നിങ്ങൾ എവിടെയാണോ മിസ് ചെയ്തത്, ബൈക്ക് അവിടെ തന്നെ വെച്ചേക്കാം, വന്നെടുത്തു. വരട്ടെ സാർ, ബൈ. നാളെ മുതൽ നിന്റെ പൊസിഷൻ മാറുക. പൊസിഷൻ മാറ്റി എന്ന് പറഞ്ഞാ നമ്മുടെ ജോലി പോയെന്നല്ലേ അതിന്റെ അർത്ഥം? എന്റെ അല്ല, നിന്റെ. ഹലോ ബെല്ലാരി, ഞാൻ ദുബായ് ട്രിപ്പ് കഴിഞ്ഞ് ഇന്നലെ രാത്രി എത്തി. CM-മായി നമ്മുടെ മാറ്റർ സംസാരിച്ചു. ഒരു ശുഭവാർത്ത പറയട്ടെ. ഗവൺമെന്റിൽ നിന്ന് ക്ലിയറൻസ് പേപ്പർ കിട്ടി. നമ്മുടെ സ്ഥാപനത്തിന്റെ ഏക തടസ്സം അതായിരുന്നില്ലേ, ഇപ്പൊ അതും സോൾവ്. ശരിയണ്ണ, ബൈ. എന്തു പറ്റിയടോ? എന്താ തനിക്കൊരു മൂഡ് ഓഫ് പോലെ? കേട്ടതൊരു നല്ല ഹാപ്പി ന്യൂസ് ആണെങ്കിലും ഒരു പ്രശ്നം എന്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ എന്റെ പൊസിഷൻ എന്താന്ന് എനിക്കറിയാലോ. കാര്യം എന്താന്ന് പറ. ഏതോ ഒരുത്തൻ ചൈത്രയെ പ്രേമിക്കാൻ വേണ്ടി അവളുടെ പുറകെ നടക്കുന്നത് പോലെയുണ്ട്. ഇത്രയും കാലം നമ്മൾ കാത്തിരുന്നത് വെറുതെ ആകരുത്. അവളുടെ കാര്യത്തിൽ അത്രയ്ക്ക് ശ്രദ്ധയുണ്ടാകണം. അതിലൊരു വീഴ്ചയും വരരുത്. ജനുവരി 1 കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടെന്നറിയാലോ. എനിക്ക് ഓർമ്മയുണ്ട്. ജനുവരി 1 തന്നെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്യാലോ? തീർച്ചയായും ഡോക്ടർ. ഞങ്ങളുടെ ഫോർമാലിറ്റീസ് കഴിഞ്ഞ ശേഷം ഓപ്പറേഷൻ ടൈം ഞാൻ ഇൻഫോം ചെയ്തോളാം. താങ്ക് യു ഡോക്ടർ. ഓക്കെ, താങ്ക് യു. ഹലോ, എന്തായി ബോസ് ഡെവലപ്മെന്റ്സ്? ഓപ്പറേഷനുള്ള പൈസ റെഡിയാക്കി വെക്കാൻ പറയട്ടെ. നിനക്കൊരു ബ്രേക്കിംഗ് ന്യൂസ് തരട്ടെ ഞാൻ. ബെല്ലാരി ചൈത്ര ഇനി കോളേജിലേക്ക് അയക്കുന്നില്ല. മാരേജ് കഴിയുമ്പോഴേക്കും ബ്ലാക്ക് കാറ്റ്സ് അടക്കമുള്ള സെക്യൂരിറ്റി ടൈറ്റ് ചെയ്തിരിക്കുക. നിന്റെ ഡെഡ് ലൈനും നിന്റെ ഫാദറിന്റെ ലൈഫ് ലൈനും ഇനി 3 days ആണുള്ളത്. റെഡി ടു ഫേസ് ഇറ്റ്. ബൈ. ഞാൻ എത്ര ഫോൺ ചെയ്തു നിനക്ക്? നീ എന്താ സ്വിച്ച് ഓഫ് ചെയ്തേ? അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല, പിന്നെ പറയാം. അത് പറ്റില്ല, നമ്മൾ ഇപ്പൊ തന്നെ കാണുന്നു. ഞാൻ അങ്ങോട്ട് വരിക. നോ, വേണ്ട. ഈ ടൈമിൽ റിസ്ക് എടുക്കണ്ട. നോക്ക് ചൈത്രു, നീ പറഞ്ഞ 3 ടെസ്റ്റിലും ഞാൻ ജയിച്ചു. ഇനി നിന്റെ വായിൽ നിന്ന് എനിക്ക് ആ വാക്ക് കേൾക്കണം. സ്നേഹിക്കുന്ന കാര്യം ടെൻഷനിലും പ്രഷറിലും ഒന്നുമല്ല പറയേണ്ടത്. ഡിസംബർ 31 നൈറ്റ് ഞാൻ ഡാൻസ് സ്കൂളിനടുത്ത് വരും. രാത്രി 12 മണിക്ക് പുതുവർഷത്തെ ലോകമാകെ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും ആ ടൈമിൽ ഞാൻ നിന്നോട് ഐ ലവ് യു പറഞ്ഞ് പുതിയൊരു ജീവിതത്തെ ഞാൻ വെൽക്കം ചെയ്യും. ഇന്നു മുതൽ ഞാൻ ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കും.
വിളിക്കാം. ഓക്കെ താങ്ക്സ്. സാർ രാജഗോപാലൻ സാറിനെ ഇതുവരെ കണ്ടില്ലല്ലോ. ആ, അദ്ദേഹത്തിന് വരാൻ പറ്റില്ല. ഡൽഹിയിൽ ഒരു പാർട്ടി മീറ്റിംഗ് ഉണ്ട്, അവിടെ നിൽക്കുക. ഡേയ് ഇങ്ങ് വാടാ. എന്താ ഇത്? കൂൾ ഡ്രിങ്ക്സാ സാറേ. തണുപ്പില്ലല്ലോ, ഫ്രിഡ്ജ് വെച്ചില്ലേ? ഐസ് ഇട്ട് കൊണ്ടുവരാം സാറേ. പോയി ലിക്കർ ഒഴിച്ചോണ്ട് വാടാ. ഏയ് 12 മണിയാകുന്നു, നീ ചെന്ന് മോളെ വിളിച്ചോണ്ട് വാ. ആ ശരി. അതെ, മോളെ എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ. നീ പോയി എല്ലായിടത്തും നല്ലപോലെ നോക്ക്. നോക്കിയതാ ഞാൻ, പക്ഷെ ഇവിടെയെങ്കിലും കാണുന്നില്ല. ഞാൻ വിചാരിച്ചത് തന്നെ നടന്നടാ. എന്തു പറ്റി? നമ്മുടെ കാര്യം വീട്ടിലറിഞ്ഞു, അതുകൊണ്ടാ. രാജ് വേണ്ട, നമുക്ക് ഇവിടുന്ന് പോവാം. വലിയ ഷോ ഒന്നും വേണ്ട, മാറി നിൽക്കാം. നിനക്കൊരു ഷോ കാണുന്നതിൽ വിരോധമുണ്ടോ? എന്നാ ഇപ്പൊ കണ്ടോ. നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ? എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ആവേശം കൊണ്ട് സ്വന്തം മോളെയാണ് കൊല്ലാൻ പോകുന്നത്. മോളോ? അതെ. ആരാടാ മോള്? ആരുടെയാടാ മോള്? ശരിക്കും അവൾ എന്റെ മോളെയല്ല. സാർ എന്താ ഈ പറയുന്നത്? ഇത്ര നാളും ഞാൻ അത് ഒളിപ്പിച്ചു വെച്ചത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു. 13 വർഷം ഞാൻ കാത്തിരുന്നത് വെറുതെ ആകാൻ പാടില്ല. അവളെ എനിക്ക് ജീവനോടെ കിട്ടിയേ തീരൂ.
സിറ്റിയിലുള്ള എല്ലാ ചെക്ക് പോസ്റ്റുകളും അലർട്ട് ചെയ്തു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഫാക്സിൽ ഫോട്ടോ അയച്ചു. 2 മണിക്കൂറിനുള്ളിൽ മോൾ എവിടെയുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും സാർ. അറിഞ്ഞാൽ മാത്രം പോരാ, കിട്ടണം. ആ പറയൂ അങ്കിൾ. ആ പയ്യൻ അടുത്ത് തന്നെ ഉണ്ടോ മോളെ? ദൂരെ നിൽക്കുക അങ്കിൾ. എല്ലാം നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെയാണ് നടക്കുന്നത്. നീ സൂക്ഷിക്കണം. ശരി അങ്കിൾ. ആ മോളെ, ആ ഫോൺ അത്ര സേഫ് അല്ല. സിഗ്നൽസ് കൂടി ട്രേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതും കളഞ്ഞേക്ക്. ഓക്കെ അങ്കിൾ. എത്ര ഹാപ്പിയാണ് ഞാൻ, എത്ര ഫ്രീ ആണ് ഞാൻ. ഏയ്, എന്താ ഇത്? എനിക്ക് ഇത്ര സന്തോഷം തന്നിട്ട് നീ എന്താ ഡള്ളായിട്ടിരിക്കുന്നേ? ഇന്നലെ രാത്രി കിട്ടിയ ഷോക്ക് അതല്ലേ? ഐ ലവ് യു പറയാന്ന് പറഞ്ഞ് വിളിച്ച് ലോറി കയറ്റിക്കൊണ്ടുവന്ന് കാട്ടിലിട്ടിരിക്കുന്നു. എനിക്ക് മനസ്സിലാവാത്ത അതല്ല, ഇന്നലെ വരെ സൈലന്റ് മോഡിലായിരുന്നു, ഇന്നെന്താ വൈബ്രേറ്റ് മോഡിൽ? എങ്ങനെ ആകാതിരിക്കും? ഇന്നലെ വരെ സെക്യൂരിറ്റികൾക്കിടയിൽ ഇൻസെക്യൂർ ആയിരുന്നെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഈ പുതുവർഷത്തിൽ നിന്നോടത്തൊരു പുതിയ ലൈഫ്. ഐ ആം സോ എക്സൈറ്റഡ്. കൊള്ളാം രാജ്, നീ എനിക്ക് വേണ്ടി എത്ര റിസ്ക് എടുത്ത 3 ടെസ്റ്റുകൾ പാസ്സായത്. ഐ ലവ് യു. ഈ 3 വേർഡ്സ് പറയാൻ ഇതിലും റൊമാൻറ്റിക് ആയ ഒരു പ്ലേസ് വേറെ എവിടെയുള്ള? അതുകൊണ്ട് അത് പറയേണ്ടത് ഇവിടെയല്ല, ഒരു വ്യക്തിയുടെ മുമ്പിൽ വെച്ച. ഒരു വ്യക്തിയുടെ മുമ്പിൽ വെച്ച് പറയുന്ന എന്തിനാ? ജനറലി ലവ് മാറ്ററെ പറ്റി നിന്റെ വീട്ടിൽ വന്ന് പറയാൻ പറഞ്ഞാൽ പറയാം, എന്റെ വീട്ടുകാരോട് പറയാൻ പറഞ്ഞാലും പറയാം. പിന്നാലെ വേറൊരു വ്യക്തി. രാജിത അവര് തന്നെയാ. കിട്ടിയ കൊല്ലും നമ്മളെ. ആദ്യം ആർക്കാ ചാവേണ്ടത്? എല്ലാരും കൂടി എന്നെ നോക്കുന്നതിനാടാ സാർ. ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടി ഒരു ലേഡി മസാജ് കിട്ടിയിട്ട് ചാവണമെന്ന് ആഗ്രഹമുണ്ട്. അത് അറേഞ്ച് ചെയ്തിട്ട് സാർ എന്നെ കൊന്നോ. എല്ലാരും താഴെ ഇരിക്കുമ്പോ നീ മാത്രം എന്താടാ മോളിൽ കയറിയിരിക്കുന്നത്? എവിടെ ഇരുന്ന എന്താ സാറേ? നിങ്ങൾ കൈകാര്യം ചെയ്തതിന് ശേഷം കീഴും മേലും എല്ലാം ഒരുപോലെയാ തോന്നുന്നത്. എടാ, അവൻ നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് നിനക്ക് പകരം ഡാൻസ് മാസ്റ്ററായിട്ട് പോയപ്പോ നീ എന്തുണ്ടാക്കായിരുന്നു? സാർ, ഫേസ് ടു ഫേസ് ഫ്രാങ്ക് ആയിട്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ. മോളെ അടിച്ചോണ്ടോ ഇപ്പൊ സാർ എന്തുണ്ടാക്കിയോ അത് തന്നെ ഞാൻ അവസാനമായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുക, അവന്റെ പ്ലാൻ എന്താണെന്ന് പറ. ഞാൻ നിങ്ങളെ വിട്ടേക്കാം. അമ്മയാണ് സത്യം. ഞാൻ കറിഞ്ഞൂടാ സാർ. അവനെ പരിചയപ്പെട്ടിട്ട് കുറച്ച് ദിവസമായുള്ളൂ സാർ. അവനുമായിട്ട് മറ്റൊരു ബന്ധമില്ല സാർ. സത്യമാ സാർ. സാർ, അവൻ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്കൊന്നും മനസ്സിലായില്ല സാർ. പക്ഷെ പ്രാക്ടിക്കൽ ആകുമ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മൾ മുക്കിക്കളഞ്ഞെന്ന്. ഏയ്, ആ ഫോണിങ്ങണ്ട്. എന്ത് സാറേ, സാറിന്റെ ഫോണിൽ പൈസ ഇല്ലേ? അല്ല തരാം, വിളിച്ചോ. അവൻ ഡെഫിനറ്റായി നിന്നെ ഫോൺ ചെയ്യും. അവൻ ചെയ്യില്ല സാർ. സത്യമായിട്ട് അവൻ എനിക്ക് ഫോൺ ചെയ്യില്ല. അഥവാ അവൻ ചെയ്താൽ ബോംബെ മുംബൈ ആയതുപോലെ, മെഡ്രാസ് ചെന്നൈ ആയതുപോലെ ഈ ഡാൻസ് മാസ്റ്റർ രംഗീല, നിങ്ങളുടെ ഡ്രൈവർ രംഗീലാക സാർ. അവൻ ഫോൺ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ കൊണ്ടുവന്നത് പോലെ തന്നെ തിരിച്ചു കൊണ്ടുവിട്ടേക്കാം.